കുട്ടിമാമ നമ്മുടെ സമൂഹത്തിൽ നമ്മളുടെ ഇടയിലുള്ള വളരെ സാധാരണക്കാരനായ ഒരാളാണ്. അതിലുപരി കുറേ കുട്ടിമാമന്മാർ നമ്മളെ സമൂഹത്തിലുണ്ട്, നമ്മളെ ഫ്രണ്ട്സ് സർക്കിളിലുണ്ട്. ചുറ്റുപാടുകളിലൊക്കെ നമ്മളെ കുട്ടിമാമനെ കാണാൻ പറ്റും. ചില കുട്ടിമാമന്മാരെ കാണുമ്പോൾ നമ്മൾ ഓടി രക്ഷപ്പെടാറുണ്ട്. ചില കുട്ടിമാമ നമ്മളെ വധിച്ച് തകർക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ നമ്മളെ എവിടേക്കോ കണ്ടു മറന്ന നമ്മൾക്കിടയിലുള്ള ഒരു കഥാപാത്രമാണ് ഈ കുട്ടിമാമ എന്ന് പറയുന്നത്. അത് കുട്ടിമാമ ഞെട്ടിമാമ എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ തന്നെ ഇതിൽ കുറേ കുട്ടിമാമയുടെ, അതായത് ശേഖരൻകുട്ടി എന്ന് പറഞ്ഞ കഥാപാത്രം, അയാളെ നാട്ടുകാരും കുടുംബാംഗങ്ങളൊക്കെ വിളിക്കുന്നത് ശേഖരൻകുട്ടിയെ കുട്ടിമാമ എന്നാണ്. അപ്പോൾ കുട്ടിമാമയുടെ കഥകളും കുട്ടിമാമയുടെ ജീവിതത്തിലെ ഞെട്ടിക്കുന്ന കഥകളുമാണ് കുട്ടിമാമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഈ സിനിമ പലരും പറയുന്നത് വളരെ വ്യത്യസ്തമായ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ ഞാൻ അവകാശപ്പെടില്ല. കാരണം ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ നിത്യവും ഇടപഴകുന്ന ആളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ചിത്രമാണിത്. നമ്മൾ ഈ കുട്ടിമാമയോട് വരച്ച് കാണിക്കാൻ ശ്രമിച്ചു. ഇതിൽ ഫാമിലി ഉണ്ട്. ആ കുട്ടിമാമയുടെ ജീവിതത്തിൻ്റെ അയാൾ അനുഭവിക്കുന്ന വേദനകളുണ്ട്, വേർപാടിൻ്റെ വേദനകളുണ്ട്, പ്രണയത്തിൻ്റെ വേദനകളുണ്ട്, എല്ലാം ഇതിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ തികച്ചും ഇതിൻ്റെ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലമില്ലാതെ ഇത്തരം കഥാപാത്രങ്ങളുടെ കഥകളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഒരു രീതിയും പറയുന്ന രീതിയും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യത്യസ്തമാണ്. ഇത് വളരെ ഹ്യൂമറസായിട്ട് ഈ ഹാസ്യാത്മകമായി പറയാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു കഥയാണ്. തികച്ചും ഒരു ഹ്യൂമറസ് ഫാമിലി മൂവി എന്ന് തന്നെ ഇതിനെ പറയാം. അതിൽ കുട്ടിമാമ എന്ന് പറഞ്ഞ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ശ്രീനിവാസനാണ്. ധ്യാൻ ശ്രീനിവാസനും ഇതിൽ ഇതേപോലെ ഈക്വലായിരിക്കുന്ന ഒരു വേഷത്തിൽ വരുന്നുണ്ട്. ആ ഒരു സസ്പെൻസ് എന്താണ് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. ഞാനും ശ്രീനേട്ടനായിട്ടുള്ള മൂന്നാമത്തെ സിനിമയാണത്. എസ് യുവർ ഓണർ, മകൻ്റെ അച്ഛൻ. അതിനുശേഷം ഞങ്ങൾ ഒന്നിക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം ഭയങ്കരമായ മാനസിക ഐക്യമുള്ള രണ്ടാൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ സ്ഥിരം പറഞ്ഞു പോകുന്ന ഫാമിലി ട്രാക്കിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു കഥാപശ്ചാത്തലവും ക്യാരക്ടറും എല്ലാം വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരനുഭവം ഈ കുട്ടിമാമയുടെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും, അല്ല അനുഭവിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ തിരക്കഥാ സംഭാഷണം രചിച്ചിരിക്കുന്ന മനാഫ് എന്ന് പറഞ്ഞിരിക്കുന്ന കോഴിക്കോട്ടുകാരനായ ഒരു എഴുത്തുകാരനാണ്. അയാളുടെ ആദ്യ ഒരു സിനിമ, അയാളുടെ കഥ വന്നിട്ടുണ്ട്, ഏഞ്ചൽ ജോൺ എന്ന് പറയുന്ന സിനിമ, മോഹൻലാലിൻ്റെ. അതിൻ്റെ കഥ അദ്ദേഹത്തിൻ്റേതായിരുന്നു. ഇതിൻ്റെ തിരക്കഥാ സംഭാഷണം രചിച്ചിരിക്കുന്നത് മനാഫാണ്. മനാഫ് നല്ലൊരു പ്രതീക്ഷയുള്ള എഴുത്തുകാരനാണ്. ഡിഫറൻ്റായിരിക്കുന്ന തോട്ട്സാണ് പ്രധാനം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ കഥകളൊക്കെ തന്നെ മനുഷ്യൻ്റെ ചുറ്റുപാടുകളും മനുഷ്യൻ്റെ കഥകൾ നമ്മൾ പറയാനുള്ളൂ. പറയുന്ന രീതികൾക്കുള്ള വ്യത്യാസമാണ് ഇപ്പോഴത്തെ സിനിമകളിലായാലും മുമ്പുള്ള സിനിമകളിലായാലും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഥകളല്ലേ പറയാനുള്ളൂ. മനാഫിൻ്റെ ചില ചിന്തകളും പറയുന്ന രീതികളൊക്കെ നന്നായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് പൂർണ്ണമായിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റോട് കൂടിയുള്ള സിനിമയാണ് ഈ കുട്ടിമാമ എന്ന് പറയുന്നത്. ഞാൻ ഒന്നാമത് ഒരേ പാറ്റേണിലുള്ള സിനിമ ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നത്, ഒരേ പാറ്റേണിലുള്ള സിനിമ കാണാൻ ഒരു പ്രേക്ഷകനെന്ന നിലയിൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളും പ്രേക്ഷകൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അത്തരം ഒരു മാറി ചിന്തിക്കണമെന്ന് തോന്നും. ഇപ്പം ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുന്നത് എസ് യുവർ ഓണർ ഒരു ഭയങ്കര ത്രില്ലർ സിനിമ തന്നെയായിരുന്നു. ഒരു അഡ്വക്കേറ്റിൻ്റെ ജീവിതവും അതിൻ്റെ സസ്പെൻസും നിറഞ്ഞിരിക്കുന്ന സിനിമയാണ്. പിന്നെ എൻ്റെ ഫസ്റ്റ് സ്വർണ്ണകിരീടവും ഒരു ആക്ഷൻ മൂഡിലൊരു സിനിമയായിരുന്നു. ഡിഫറൻ്റായിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ ഡിഫറൻ്റായിട്ടുള്ള സിനിമകൾ ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും ഒരു മടുപ്പ് ഒഴിവാക്കാനായിട്ടാണ് നല്ലത്. ചില സിനിമകൾക്ക് TV സീരിയലിൻ്റെ പരമ്പര പോലെ തന്നെ ഒരേ പാറ്റേണുള്ള സിനിമകളൊക്കെ എത്രയോ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് കാരണം സ്വയം നമുക്ക് സിനിമ ചെയ്യുമ്പോൾ തന്നെ
ആസ് എ ഡയറക്റ്റ് നമുക്കൊരു മടുപ്പുണ്ടാകും. നമുക്കതൊരു പുതുമയുള്ള സാധനം വരുമ്പോഴേക്കും അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാനൊരു ത്രില്ലും പുതിയ കൂട്ടുകെട്ട് പുതിയ ആൾക്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ഫ്രഷ് ആവുകയാണ്. ഇപ്പോൾ മനാഫ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിനിമയുടെ ക്യാമറമാൻ എന്ന് പറയുന്നത് എൻ്റെ മകനാണ്. അപ്പോൾ യങ്ങാണ്. പിന്നെ അതിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ യൂത്തായിരിക്കുന്ന കക്ഷികളാണ്. അപ്പോൾ നമ്മൾ അവരുടെ ഒരു സ്പിരിറ്റും കാര്യങ്ങളിലും അവരുടെ കൂടെ കൂടുമ്പോൾ നമ്മളും പുതിയ ആളായി മാറുന്നു. നമ്മൾ ചിന്തകൾ ഇവരെക്കാളൊന്ന് ഓവർടേക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ ചിന്തകൾക്കും കാഴ്ചകൾക്കും അതിൻ്റെ പരിസരങ്ങൾക്കെല്ലാം മാറ്റം വരും. അപ്പോൾ ഓരോ കഥകളും നമ്മൾ ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ ഇപ്പോൾ എന്നോട് പലരും ചോദിക്കണ്ടേ എന്താ ബാലേട്ടനെ പോലെ സിനിമ ചെയ്തൂടെ? ബാലേട്ടനെ പോലെ ബാലേട്ടനല്ലല്ലോ, വേഷം പോലെ ഒന്ന് ചെയ്തൂടെ? ഇപ്പോഴും നമ്മൾ കാത്തിരിക്കുകയാണ് വേഷം പോലെ മമ്മൂക്കൻ്റെ. അതൊക്കെ ഇനിയും അത് ചെയ്യുന്നതിലൊക്കെ ഒരു സിനിമ ജീവിതത്തിൽ ഒരിക്കലേ ചെയ്യാൻ പറ്റുള്ളൂ, രണ്ടാമത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും അതിനേക്കാൾ നല്ല സിനിമകൾ അതിനേക്കാൾ നല്ല ചിന്തകൾ ഉണ്ടാവുക എന്നുള്ള ഏറ്റവും വലിയ പ്രധാനം. ഇപ്പോൾ മമ്മൂക്ക വെച്ചൊരു ഫേസ് ടു ഫേസ് നമ്മൾ യൂത്തിന് മമ്മൂക്ക വെച്ചൊരു ഫേസ് ടു ഫേസ് ചെയ്തത് അത് എനിക്ക് മമ്മൂക്ക ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയായിരുന്നു. വിചാരിച്ച പോലെ വിജയിക്കുകയും ചെയ്തിട്ടില്ല, പക്ഷെ കുഴപ്പമില്ലാതെ പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ സിനിമകളും ഓരോന്നും ഇപ്പോൾ എല്ലാം അച്ചിലിട്ട് വാർത്ത പോലെ വരിക പാറ്റേണിൽ ചെയ്യുന്നതിന് മടുപ്പാണ്. നോവലായാലും ചെറുകഥയായാലും വായിച്ച കഥ തന്നെ വായിക്കുക, അല്ലെങ്കിൽ കണ്ട നാടകം തന്നെ കണ്ടുകൊണ്ടിരിക്കുക, ഇതുപോലെ മടുപ്പ് പോലെ തന്നെ ക്രിയേറ്റീവായിട്ട് നമ്മൾക്ക് ഫ്രഷായ തോട്ട്സ് വരണമെങ്കിൽ സബ്ജക്റ്റിലും അത് എടുക്കുന്ന രീതികളിലൊക്കെ മാറ്റം വരണമെങ്കിൽ വ്യത്യസ്തമായ കഥയും കഥാതന്തുക്കളും പരിസരങ്ങളും നമ്മൾ കണ്ടെത്തി പറ്റും. അങ്ങനെയാണ് ഓരോ പടങ്ങളും ഇങ്ങനെ മാറി മാറി വരുന്നത്. എന്നോട് പറഞ്ഞ പലരും ഇപ്പോൾ അടുത്തൊരാൾ പല്ലാവൃത്തിയാകുന്ന മാതിരി ഒന്നുകൂടി ചെയ്തുകൂടെ? ഞാൻ അങ്ങനെ ചെയ്യുക, ഒന്നേ ഉള്ളൂ, അതല്ലാതെ വേറെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കുമ്പോൾ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ബാലേട്ടന് വേഷം ഇതൊക്കെ തന്നെ ഇങ്ങനെ ഇറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വർഷത്തിൽ 2-3 പടം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ എന്നെ ഇപ്പോൾ ആൾക്കാർ ഓർക്കില്ലായിരുന്നു, മറന്നുപോയായിരുന്നു. കാരണം നമുക്ക് പണമല്ല പ്രധാനം, നമുക്ക് ജീവിക്കാനുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ മതി. നല്ല സിനിമകൾ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് നിലനിൽക്കുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം. അതില്ലാതെയാകുമ്പോഴാണ് അവൻ്റെ മരുന്ന് അവൻ തീർന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെ കാണുന്ന വെറുപ്പായിരിക്കും. അങ്ങനെ പ്രൊഡ്യൂസറെയും ഒരു പ്രേക്ഷകരെയോ എല്ലാം ഇല്ലാതെയാക്കിയിട്ട് അല്ലെങ്കിൽ നല്ല സിനിമകൾ ചെയ്യാതെ മടുപ്പ് എൻ്റെ സിനിമ കാണുമ്പോൾ ആൾക്കാർ ഓടുന്ന ഗതി ഞാൻ വരുത്തി വെച്ചാൽ പിന്നെ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്, കഥയ്ക്കുള്ള കാത്തിരിപ്പാണ് ഏറ്റവും വലിയ. പിന്നെ ഏറ്റവും വലിയ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കഥ കിട്ടിക്കഴിയുമ്പോഴേക്ക് കഥയും കിട്ടി അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നമ്മൾ പ്രൊഡ്യൂസറെ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഒരു രീതി എന്താ വെച്ചാൽ ഈ വീട്ടിലോ എവിടെയെങ്കിലും പോയിരുന്ന് ഒരു പുതിയ ആളാണെങ്കിൽ തന്നെ ആളേറ്റി ഇരുന്നിട്ട് കഥകളുടെ മാസങ്ങളോട് ഇരുന്ന് ചിലപ്പോൾ അത് പാടി ഒഴിവാക്കും. അങ്ങനെ വന്നു കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മളിപ്പോൾ ആർട്ടിസ്റ്റിനോട് പറയുന്നത്. അപ്പോൾ മമ്മൂക്കേൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റുള്ള ആരുടെ അടുത്തോ അല്ലെങ്കിൽ ശ്രീനേട്ടൻ്റെ അടുത്തോ ലാലിൻ്റെ അടുത്തോ എല്ലാം പറയുമ്പോഴേക്കും തന്നെ നമ്മൾ പിന്നെ അവരുടെ ഡേറ്റ് എന്ന് പറയുന്നത് കുറച്ച് കഴിയും കിട്ടാൻ, പെട്ടെന്ന് കിട്ടില്ലല്ലോ. അപ്പോൾ ആ ഡേറ്റിനും ഈ സബ്ജക്റ്റിനും അതിൻ്റെ മുകളിലുള്ള വർക്കും ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഡിലേ. പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് നമുക്ക് പ്രശ്നമുള്ള കേസല്ല, ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റൊക്കെയാണ് നമുക്ക് പ്രശ്നം. പിന്നെ ഇപ്പോൾ ഉള്ള സിനിമകൾ എന്ന് പറയുന്നത് നമ്മൾ പുതിയ ഫ്രഷ് തോട്ട്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അങ്ങനെ അപ്രോച്ച് ചെയ്തില്ല. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പുതിയ ആൾക്കാരൊക്കെ സീനിയർ ഡയറക്ടേഴ്സിനൊന്നും ഗൗനിക്കുന്നില്ല. അവർ കംപ്ലീറ്റ് ഓരോ ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് മാത്രമേ. ചില ആർട്ടിസ്റ്റുകൾ പറയും കഥ ഞങ്ങൾ എടുക്കാം, ഇതൊക്കെ നമ്മളെ കഥാകൃത്തുകൾ വന്ന് പറയുന്നത്, നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതുവരെ അവരൊന്നും സമീപിച്ചില്ല അങ്ങനത്തെ കഥകൾ. കാരണം നമുക്ക് സേഫ് സോണിൽ നമുക്ക് നല്ല ആൾക്കാർ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്ന പുതിയ നടന്മാർ കുറേ നല്ല കഴിവുള്ള നടന്മാരുണ്ട്. അത് തീർച്ചയായും നിശ്ചയിക്കാനും പറ്റില്ല. നല്ല കുറച്ച് വരലുണ്ടാവുന്ന നല്ല ഡയറക്ടേഴ്സുണ്ട്. ബാക്കിയെല്ലാം വന്നു പോകുന്നു, അറിയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നത്. പക്ഷേ എന്തായാലും ഈ ഇടവേളകളും കാര്യങ്ങളും സംഭവങ്ങളും എന്ന് പറയുന്നത് അത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. കാരണം നല്ല സബ്ജക്റ്റ് വരാൻ വേണ്ടിയിട്ടും നല്ല സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയാണ് ഇടവേളകൾ അറിയാതെ വന്നു പോകുന്നത്. ബാലേട്ടൻ ടി.എ. ഷാഹിദ് ആദ്യത്തെ എൻ്റെ സിനിമയാണ്. അതിനുശേഷം ഞാൻ ഷാഹിദിയുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ട് പോകാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഒന്നാമത്. കാരണം വെച്ചാൽ എനിക്കറിയാം അതിന് മടുപ്പായിരിക്കും. അപ്പോൾ ഒരേ പാറ്റേണും കാര്യങ്ങളായിട്ട് മാറും എന്നുള്ള ഉറപ്പാണ്. റസാക്കിൻ്റെ ഞാൻ 3 സിനിമ ചെയ്തിട്ടുണ്ട്.
അതും ഈ ബാലേട്ടൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി ചെയ്തിരിക്കുന്നത് വേറെ സ്റ്റാറിനെ അല്ലെ മോഹൻലാലിനെയും മമ്മൂക്ക വെച്ചിട്ട് ഞാൻ പോയി ചെയ്തിരിക്കുന്നത് മയിലാട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് മനീഷ് ഷോർണൂർ എന്ന് പറഞ്ഞ എഴുത്തുകാരനെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ശരിക്കും ഞങ്ങൾക്ക് ടൈപ്പായിട്ട് കുറേ ഇപ്പം ലോഹിയേട്ടനും സുബി മലയിലും അതുപോലെ തന്നെ പല ആൾക്കാരുണ്ട്, ഷാജി കൈസൻ രഞ്ജിത്ത് എന്ന് പറഞ്ഞ് ടീമായി പോയവൻ. അങ്ങനെ ടീമായിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കറിയാതെ ഒരു മടുപ്പുളവാക്കുന്ന സംഭവം തന്നെ. ചിന്തിക്കുന്ന എല്ലാം ഒരുപോലെയാവും, ഒരേ പാറ്റേണിലുള്ള പടവും സിനിമ എല്ലാവരും കഴിഞ്ഞ പടങ്ങളിലെ പല എലിമെൻറ്റും വന്ന് കയറാൻ സാധ്യതയുണ്ട്. ഫ്രഷാവും പുതിയ ആൾക്കാരാവും മാറി മാറി ചിന്തിക്കുമ്പോൾ നമുക്ക് പുതിയ ആശയങ്ങളും പുതിയ ചിന്തകളൊക്കെ തിരിഞ്ഞു വരും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ ടീമായിട്ട് പോകാനൊക്കെ കല്ലു ഡെന്നീസായിട്ട് സ്വർണ്ണഗിരിയാണ് ചെയ്ത് 2 പടം ചെയ്ത് പിന്നെ ഞാൻ അതിന് ശേഷം വേറെ മാറി ചിന്തിച്ചു. അങ്ങനെ മാറി പുതിയ ആൾക്കാർ, സൂര്യനൊക്കെ പുതിയ ആൾക്കാർ. അങ്ങനെ കുറേ എനിക്ക് അധികം നല്ല ഞാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആകുന്നത് ഈഗോ ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആകുന്ന പുതിയ എഴുത്തുകാരും പുതിയ ആൾക്കാരായിട്ട് ഒരുമിച്ച് വരയ്ക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യം. കാരണം മറ്റേ നമുക്ക് ഒരേ മുഖം ഇങ്ങനെ കാണുക ഇരിക്കുക ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എനർജി ഉണ്ടാവില്ല, മറ്റൊരു എനർജി ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ മാറി മനഃപൂർവ്വം അല്ല, നല്ല സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുക. അതുകൊണ്ട് ഞാൻ ഈ റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന സാധനം, അതുകൊണ്ട് പടങ്ങളും അങ്ങനെ റിപ്പീറ്റേഷൻ ഫീൽ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഗിരീഷിൻ്റെ പല്ലാവൂർ ദേവതയുടെ ഓരോ വിളിയും കാതോർത്ത് ഗിരീഷിൻ്റെ കഥയായിരുന്നു. കഥയായിരുന്നു, തിരക്കഥ ഡെനീഷായിരുന്നു. പുത്തഞ്ചേരി നമ്മൾ ആദ്യമേ അറിയുന്ന എൻ്റെ അകന്ന ബന്ധുവും കൂടിയാണ്. ആ രീതിയിലൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ മാത്രമേ ഞാനും ഗിരീഷ് പുത്തഞ്ചേരിയിൽ ഭയങ്കര സിങ്കാണ്. പാട്ടിൻ്റെ കാര്യങ്ങളിലായാലും ഇത് സബ്ജക്റ്റിൻ്റെ കാര്യങ്ങളിലായാലും ഒക്കെ തന്നെ നമ്മൾ മാനസികമായിട്ട് ഞാനത് ഉദ്ദേശിക്കുന്നതും ഗിരീഷ് എന്താണെന്നും ഞാൻ എന്താണെന്നും പരസ്പരം തിരിച്ചറിയാമെന്നുള്ളതായിട്ട് ഒരു വ്യക്തികൾ തമ്മിൽ പരസ്പരം തിരിച്ചറിയുമ്പോഴാണ് നല്ല ആശയങ്ങളും നല്ല ചിന്തകളും വരുന്നത്. അതില്ലാതെ മനസ്സിൻ്റെ ഉള്ളിൽ ഈഗോയും പകയും കാര്യങ്ങളും വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഉഴപ്പും വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഡെഡിക്കേഷനിലാണ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്ജക്റ്റുകൾ ഒരിക്കലും നന്നാവില്ല. ഗിരീഷിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡെഡിക്കേഷനാണ്. പാട്ട് എഴുതുന്നതിലാണെങ്കിലും ഡിസ്കഷൻ ഇരിക്കുമ്പോഴാണെങ്കിലും പല സംവിധായകരുടെയും പല തിരക്കഥാകൃത്തുകളുടെയും കൂടെയൊക്കെ പലപ്പോഴും ഗിരീഷ് ഇരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഗിരീഷിൻ്റെ പൂർണ്ണമായ അടയാളങ്ങൾ കണ്ട സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പല സിനിമകളിലും. ആ ഗിരീഷ് നല്ലൊരു എഴുപ്പിന്, അത് മാത്രമല്ല ഗംഭീരമായ വായനാശീലം ഉള്ളതുകൊണ്ട് തന്നെ ഭീകരമായ നമുക്ക് മനസ്സിൽ തറയ്ക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും മനസ്സ് സൂക്ഷിക്കാൻ പറ്റുന്ന ഡയലോഗുകളാണ്, കാവ്യാത്മകതയുള്ള ഡയലോഗുകൾ അദ്ദേഹത്തിൻ്റെ വളരെ സിനിമാറ്റിക്കുമാണ്. പാട്ടിലെ വരികൾ പോലെ തന്നെ സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനും അദ്ദേഹത്തിലെ കാലങ്ങൾ കൊണ്ടുള്ള ബന്ധം കൊണ്ട് തന്നെ പരസ്പരം അറിയാം. അതുകൊണ്ടാണ് നമുക്കൊരു പല്ലാവൂർ ദേവനാരായണൻ ഉണ്ടാക്കാൻ കഴിയുന്നത്. പിന്നെയുള്ള എൻ്റെ മിക്ക പടങ്ങളിലും പാട്ട് എഴുതാനും ഗിരീഷിനെ എഴുതിയിരിക്കുന്നത് അതൊക്കെ മാനസിക ഐക്യം കൊണ്ട്, ഐക്യം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അത് ഗിരീഷ് കമേഴ്ഷ്യൽ പാട്ടുകൾ എഴുതാൻ ഭയങ്കര വിരുദ്ധനാണ്. കമേഴ്ഷ്യൽ സിനിമയല്ല ശരിക്കും മനസ്സിലുള്ളത്, ഒരു ക്ലാസ് ടച്ചുള്ള ഒരു സീരിയസ് ലൈനില്ല. അപ്പോൾ പല്ലാവൂരിൽ അടി അല്ല ഫൈറ്റ് വേണം, അത് വേണമെന്ന് പറഞ്ഞ് ഗിരീഷ് ചെറിയ ഒരു പ്രശ്നമാണ്. അങ്ങനെ എടുത്താൽ ശരിയാവില്ല, വേറൊരു രീതി പടായി പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ. പക്ഷേ നമ്മൾ ആസ് എ ഡയറക്ടർ എനിക്ക് വേണ്ടി ഇതാണ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഒന്നാമത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റർ ഒറ്റയ്ക്ക് ഇരുന്ന് ഉണ്ടാക്കുന്നില്ല, ഒരു ഡയറക്ടർ ഒരു കാഴ്ചപ്പാടും കൂടി വരുമ്പോഴാണ് പൂർണ്ണമായൊരു സിനിമയെ മാറുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ ആണ്, നിരന്തരമായ ഇരുത്തവും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാവരും ദേവനാരനെ പോലെ സിനിമ ഉണ്ടാക്കാൻ പറ്റും. അതിൽ നമുക്ക് ഈഗോസോ അല്ലെങ്കിൽ പിടിവാശികളൊന്നും ചില ഇത്തരം ഡിസ്കഷൻ എന്തായാലും ഈ സിനിമ ഡിസ്കഷനെ സംവിധാനം എഴുത്തുകാരനായിട്ട് ചെറിയ വാറൊക്കെ ഉണ്ടാവും. അത് ആരോഗ്യപരമായ വാറോ അല്ലാണ്ട് മൽപ്പിടുത്തോ കഴുത്തുകുത്തി പിടിക്കലല്ല, ക്രിയേഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അത് ഞാനും ഗിരീഷായിട്ടും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ആ പാട്ട് എഴുതുന്നതിനും ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിൻ്റെ ക്രിയേഷൻ്റെ ഭാഗം. അതുകൊണ്ട് തന്നെ എനിക്ക് ഗിരീഷായിട്ട് ഒരു പ്രശ്നവും അദ്ദേഹം പോകുന്ന വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടായിരിക്കുന്ന ആക്ടറാണ്. പിന്നെ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലൊന്നുള്ള രീതിയല്ല ഞങ്ങൾ തമ്മിലുള്ളൊരു അടുപ്പം എന്ന് പറയുന്നത്. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, എൻ്റെ ഒരു ഏട്ടനെ പോലെയാണ്. അതിലുപരി ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്, എന്ത് തുറന്ന് പറയാം. ഞങ്ങൾ ഭയങ്കരമായിട്ട് പിണങ്ങാറുണ്ട്, പിണങ്ങി അപ്പം തന്നെ തീരും. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉടക്കാറുണ്ട്, ഉടക്കി അപ്പം തന്നെ 10 മിനിറ്റ് ഉണ്ടായി കഴിയും.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം മനസ്സിലൊന്നുമില്ലാത്ത ഒരു വിദ്വേഷമൊന്നും കൊണ്ടു നടക്കാത്ത. പിന്നെ എത്ര ഡയറക്ടേഴ്സിന് അദ്ദേഹം ഉണ്ടാക്കി. അങ്ങനെ ആരാ മലയാളത്തിൽ ചെയ്തിരിക്കുന്നത്? എൻ്റെ സൂര്യമാനസം എന്ന് പറഞ്ഞ സിനിമ, ഞാൻ ചരിത്രം എന്ന് പറഞ്ഞ സിനിമ അസിസ്റ്റൻ്റ് ഡയറക്ടറായി നിൽക്കുമ്പോഴേ മമ്മൂക്കയായിട്ട് എനിക്കറിയാം. സൂര്യമാനസം അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അന്ന് എന്നോട് പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യും, നീ അസോസിയേറ്റായിട്ടൊന്ന് വർക്ക് ചെയ്യുക, നീ പെട്ടെന്ന് പ്ലാൻ ചെയ്യുക. അന്നേ മമ്മൂക്കയ്ക്ക് അങ്ങനെ ഇരുന്നുണ്ട്. പ്ലാൻ ചെയ്യും, ഞാൻ നിനക്ക് ഡേറ്റ് തരാം, ഇൻഡിപെൻഡൻ്റ്. പക്ഷേ ഞാൻ മമ്മൂക്കനെ വെച്ചിട്ടല്ല ആദ്യം പടം ചെയ്ത്, അതിനുശേഷം ഞാൻ മമ്മൂക്കനെ വെച്ച് ചെയ്തു. പക്ഷേ അന്നേ മമ്മൂക്ക കഴിവുള്ളവരെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള സംഭവമാണ് മമ്മൂക്ക മാത്രം മലയാളത്തിൽ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി കാര്യങ്ങൾ പ്രോജക്റ്റ് നടക്കുകയും നടക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ഇട്ട് തിരിപ്പിക്കുന്ന പരിപാടി നടത്തിക്കുന്ന പരിപാടി അതൊന്നും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് ഭയങ്കര മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യം. അതുകൊണ്ട് പുള്ളിക്ക് ആ വേദനകളും ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ വർക്ക് ചെയ്യുന്നവരുടെ വേദനകളും എല്ലാം ഒരു മനുഷ്യത്വം മനസ്സറിയുള്ളൊരു വ്യക്തിയായത്. അങ്ങനെയല്ലേ അങ്ങനത്തെ ഒരു കലാകാരനാകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ ഞാനും മമ്മൂക്കയായിട്ട് ഭയങ്കര റാപ്പാണ്. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ നല്ലൊരു കഥ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ മമ്മൂക്കൻ്റെ അടുത്ത് പോകും, പറയും ഓക്കെ ആണെങ്കിൽ അപ്പം തന്നെ എനിക്ക് പ്രോജക്റ്റ് നടക്കുന്നുള്ള ഉറപ്പാണ്. എപ്പോഴും എനിക്കൊരു വാതിൽ എപ്പോഴും അവിടെ തുറന്നിട്ടിരിക്കും. അത് മമ്മൂക്ക മാത്രമാണ് അങ്ങനെ ഒരു അവസരം മമ്മൂക്കൻ്റെ അടുത്ത് മാത്രമേ എനിക്ക് കിട്ടുന്നത്. കൺമഷി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോഴാണ് ഷാഹിദ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ് എൻ്റെ കയ്യിൽ കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിത് കൺമഷിനെ എൻ്റെ വെച്ച് വർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് കഥ പറയാനാണ്. വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ചുള്ള ഒരു കഥ എന്ന് പറഞ്ഞിട്ടാണ്, പേര് പറയുന്നില്ല, ഈ ഷാഹിദ് വന്നത്. അങ്ങനെ ഷാഹിദ് കഥ കേട്ടപ്പോൾ എനിക്ക് ഒരു ചെറിയ ഡെലിവറി. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, ഇത് വേറെ ആരോട് പറഞ്ഞിട്ടുണ്ട്? അവർ ഒരു മലയാളത്തിലെ പ്രമുഖരായ എല്ലാ സംവിധായകരുടെ അടുത്തും ഈ കഥ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളെടുത്ത് ബിനേട്ടൻ ഒരു 6ാമത്തെ 7ാമത്തെ ആളായിരിക്കും. ഇത് സിനിമയ്ക്ക് സാധ്യതയുണ്ടോ? ഇത് ലാസ്റ്റ് അറ്റംപ്റ്റ്. ഞാൻ പറഞ്ഞത് ഇത് സിനിമയ്ക്ക് സാധ്യതയൊക്കെ ഉണ്ട്, ഉറപ്പാണ്. അങ്ങനെ ഞങ്ങൾ SM സ്ട്രീറ്റിലെ കിഡ്സ് കോർണറിൻ്റെ റൂം എടുത്തിട്ട് ഭയങ്കര ദരിദ്രമാണ്, രണ്ടാളും ഭയങ്കര ദരിദ്രരാണ്. അവിടെ ഇരുന്ന് ഞങ്ങൾ ഈ കഥ ഉണ്ടാക്കി. KTDCയുടെ ഓർഡറുണ്ടായിരുന്നു. കഥ ഉണ്ടാക്കുമ്പോൾ, സീക്വൻസ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മോഹൻലാലാണ്, ഷാഹിദിൻ്റെ മനസ്സിൽ ജയറാമാണ്. ജയറാമായിട്ട് സബ്ജക്റ്റ് പറയും. ഞാൻ ജയറാം വേണ്ട നമുക്ക് ഈ സിനിമയ്ക്ക്, വേറൊരു ആർട്ടിൻ്റെ മനസ്സിലുള്ള നമ്മൾ സീക്വൻസ് വർക്ക് ചെയ്ത് ഏകദേശം ആകുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊന്ന് മോഹൻലാലിനോട് പറയുമെന്ന് പറയുമ്പോൾ ഞെട്ടിപ്പോയി. അയ്യോ മോഹൻലാൽ ഞാൻ നമുക്ക് കാണാം. അങ്ങനെ അരോമയുടെ ബ്രഹ്മചാരി എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് മണിസാറിനെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് മോഹൻലാലിനെ കാണുന്നത്, ലാലുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് അങ്ങനെ ലൊക്കേഷനിൽ പോകുന്നു. അങ്ങനെ പുള്ളിയായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയി. ലാലിനെ നേരിട്ട് കണ്ടതോട് കൂടിയിട്ട് ഷാഹിദിൻ്റെ കൈകാലം പറയ്ക്കുന്നത് ഞാൻ കണ്ടില്ല. കഥ പറയല്ല, അവൻ ലാലിനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ ശേഷം ഇവന് ഭയങ്കര ടെൻഷനായി കഥ പറയാൻ. പിന്നെ ഞാൻ പറഞ്ഞു തുടങ്ങി, ഫുൾ സ്ക്രിപ്റ്റും ഉണ്ട്. മോഹൻലാൽ ഇങ്ങനെ ഇരുന്ന് ആദ്യം എന്നോട് പറഞ്ഞു ഔട്ട്ഡോറിന്ന് ഒരു കുന്നിൻ്റെ മുകളിൽ അവരോട് എന്താ കഥ ത്രെഡൊന്ന് പറയുമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഇവിടുന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഒരു വിശദമായിട്ട് ഇത്രയും ദൂരം വന്നാൽ റൂമിലിരുന്ന് എപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എപ്പോൾ നമ്മൾ കേൾക്കാൻ, അഥവാ കേട്ടാൽ തന്നെ എപ്പോൾ ചെയ്യാനാണ് ഏതെങ്കിലും. ഞാൻ കേട്ടാൽ മതി, ചെയ്യുന്ന വെച്ചാൽ പഴയ ചെയ്തേക്ക്, ഇഷ്ടപ്പെട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അതിൻ്റെ പേര് പറയട്ടെ എന്ന് ചോദിച്ചു. നല്ല ഒരു വൈകുന്നേരം സൂര്യനൊക്കെ അസ്തമിക്കുന്ന സമയം. ഞാൻ ബാലേട്ടൻ. എന്താ ബാലേട്ടൻ? നല്ല പേരല്ല ബാലേട്ടൻ എന്ന് ലാൽജി പറഞ്ഞു. അങ്ങനെ മുറിയിലേക്ക് പോയി, പേരിൽ പുള്ളിക്ക് എന്തോ ഒരു ക്യാച്ചിങ് തോന്നി. മുറിയിൽ പോയി പിന്നെ കഥ പറഞ്ഞതോടുകൂടി ഭയങ്കര ഇഷ്ടമായി. പുള്ളിയോട് നമുക്കെപ്പോൾ ചെയ്യാം അതുകൊണ്ട് ചോദിച്ചു. ഞാൻ നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അങ്ങനെ ബാലേട്ടൻ സംഭവിക്കുന്നു ഭയങ്കര രസകരമായിട്ട്. ഒന്നാമത് മോഹൻലാലിൻ്റെ കൈ കിട്ടിയിരിക്കുകയാണ്, പലർക്കും കിട്ടാത്തൊരു കനിയാണത്. ഞാൻ മമ്മൂക്കൻ എങ്ങനെ വെച്ച് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, എത്രയോ കാലം ലാൽജിയായിട്ട് നമ്മൾ നല്ല ബന്ധമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സിനിമ വർക്ക് ചെയ്തിട്ടേ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടേ ഇല്ല, ദൂരമൊന്നും അടുത്ത് നിന്നും അവിടുന്ന് ഇവിടുന്ന് കണ്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങുന്ന ഈ പറഞ്ഞ മാതിരി അത് വേറൊരു
ലൈനാണ്, മമ്മൂക്കൻ്റെ ലൈനാണ്. ഭയങ്കര കൂളാണ്. ഇങ്ങനെ ഒരാൾ വന്ന് അഭിനയിച്ചു പോകുന്ന നമ്മൾ അറിയില്ലൊന്നും. എന്നിട്ട് ഭയങ്കര രസമാണ്. കാരണം ഒരു ടെൻഷനൊന്നുമില്ല. മമ്മൂക്ക ഇടയ്ക്ക് നമുക്ക് ടെൻഷൻ തരും, പിന്നെ അപ്പം തീരുന്നല്ലാണ്ട്. ഈ ലാലിൻ്റെ നമുക്ക് ടെൻഷനില്ല, കൂടെ നിൽക്കും. ഭയങ്കര രസമാണ്, ഹ്യൂമറാണ്. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അങ്ങോട്ട് ഇരുന്ന് ഞാനും വേണോട്ടനും ഇന്നച്ചനും ലാലും എല്ലാം കൂടി ഇരുന്ന് തമാശകളാക്കിയിട്ട് അന്ന് ഇന്നത്തെ പോലെ കാരവൻ എന്ന് പറഞ്ഞ ഒരു മഹാരോഗമല്ല അധികം. ഈ രോഗം വന്നതിന് ശേഷം ഇവർ കാണാൻ കിട്ടാത്ത കാരവൻ്റെ അകത്ത് ഈ ബന്ധമുണ്ട്. ഇതൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ചീറ്റി, കളി, ബഹളം, മുറുക്കാൻ, സിഗരറ്റ് വരി, ഇങ്ങനെ ഒരു ലോകമായിരുന്നു. ഇപ്പം അങ്ങനെ നമ്മൾ കാണുന്നില്ല. ഇപ്പം എല്ലാവർക്കും കാരവനാണ്, വരുന്നവർക്ക് മുഴുവൻ കാരവനും, എല്ലാം ഒറ്റപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചില കാര്യങ്ങൾ എന്താ നമുക്കറിയില്ല. വന്നാൽ കണ്ട് ബന്ധങ്ങളൊക്കെ ഇങ്ങനെ അറ്ററ്റ് അങ്ങ് ഒതുങ്ങിപ്പോയി അഭിനയിക്കുന്നത്. ബാലറ്റിലൊക്കെ ഭയങ്കര രസകരമാണ്. രാത്രി നമ്മൾ ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുറിയിൽ കൂടുകയും ഇരിക്കും, സംസാരിക്കും, നാളത്തെ സീനുകൾ പറയും, സീനുകൾ വായിക്കും. അങ്ങനെ ഭയങ്കര രസകരമായിരിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ ആ സമയത്തായിരുന്നു എൻ്റെ അച്ഛൻ്റെ മരണം എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് ശേഷമാണ് ഇന്നലെ എൻ്റെ നെഞ്ചിൽ എന്ന് പറഞ്ഞ പാട്ട് നമ്മൾ ചിത്രീകരിക്കുന്നത്. എല്ലാത്തിനുമുള്ള കൂടെ നിന്നിട്ട് ഒരു പ്രത്യേക ഡബ്ബിങ്ങിനാണെങ്കിലും എന്ത് സെഷൻസും ഡയറക്ടറുടെ ആക്ടറാണ് പുള്ളി. അവിടെ വേറെ ഇടപെടലുകൾ അതിങ്ങനെ ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നും മൂപ്പർ വന്നിരുന്നു. വളരെ കൂളായിട്ട് നമ്മളെ കംഫർട്ടാക്കി, നമ്മളെ മനസ്സ് ഫ്രീ ആക്കി, നമുക്ക് എത്ര വേണേലും ചിന്തിച്ചിട്ട് എത്ര വേണേലും ഷോട്ട് എടുക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു പുതിയൊരു നടൻ്റെ മാതിരി, ഒരു പുതുമുഖത്തിൻ്റെ മാതിരി ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന, ആ ഡയറക്ടർ മുമ്പിൽ നിൽക്കുന്ന, വളരെ ഒബീഡിയൻ്റ് ആയിരിക്കുന്ന നല്ല വ്യക്തി. അതായിരുന്നു എനിക്ക് ബാലേട്ടനിലൂടെ മോഹൻലാലുമായിട്ടുള്ള ഒരു ബന്ധം. തീർച്ചയായും ഞാൻ മോഹൻലാലിൻ്റെ വെച്ചൊരു ഒരു സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കഥ ഏകദേശമൊക്കെ ആയിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാരണം സംസാരിക്കാൻ എന്നോ നല്ല സബ്ജക്റ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം എന്ന് രാജീവനോട് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വ്യത്യാസമായിരിക്കണം. ലാൽജി ഞാൻ വെച്ച് പടം ചെയ്യും പ്രത്യേകിച്ചും. ഇനി ബാലേട്ടൻ്റെ മുകളിൽ നിൽക്കുന്ന അതിനോട് കടപിടിക്കുന്ന സിനിമകളെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എഴുത്തും കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മമ്മൂക്കനെ വെച്ച് ഒരു പടം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. മിക്കവാറും ശ്രീനേട്ടനായിരിക്കും സ്ക്രിപ്റ്റ്. അങ്ങനെയൊക്കെ ലൈനിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. സിനിമയല്ലേ ഇല്ല, അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു അത്. ഈ പറഞ്ഞ പോലെ പുള്ളി സ്വർണ്ണകിരീടത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പടത്തിൽ അഭിനയിക്കുമ്പോൾ ആ ഒരു പടത്തിൽ മറ്റാ സമയത്ത് കലാഭവൻ മണി അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും ത്രോട്ട് കിട്ടിയിരിക്കുന്ന വേഷം പിന്നെ സ്വർണ്ണകിരീടത്തിന്. അതുമുതൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. പലപ്പോഴും ചില കഥകളൊക്കെ അവർ കേൾക്കുമ്പോൾ ഇന്നോട് പിന്നീട്ടൊരു കഥ കേട്ടിട്ട് നമുക്ക് ചെയ്യാതെ അങ്ങനെയൊക്കെ ആകാശത്തിലെ പുറകളൊക്കെ പുള്ളി ഉണ്ടാക്കിയ പ്രോജക്റ്റുകളാണ്. പിന്നും വേറെയും പല പടങ്ങളും എന്നോട് പറയുമായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് മണി ഒന്ന് ഡിമ്മായി ആരോഗ്യപരമായിട്ടൊന്ന് പ്രശ്നമായി. പിന്നെ കണ്ട സിനിമകളിലൊക്കെ കയറി പിടിച്ച് അഭിനയിച്ചൊരു വാല്യൂ നഷ്ടപ്പെടുത്തി അതിന് മണി. എന്നാലും ഫേസ് ടു ഫേസ് വരെ ഉള്ള പടങ്ങളിൽ മണി ഉണ്ടായിരുന്നു. ബാലേട്ടനിലും മണി ഉണ്ടായിരുന്നു. എൻ്റെ ഒരുവിധ പടങ്ങളിലൊക്കെ മണിയുണ്ട്. മണി ഇല്ലാതെ നമ്മൾ പല പടങ്ങളും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ വ്യക്തിപരമായിട്ട് സിനിമയിൽ കണ്ടിരിക്കുന്ന ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് മണി എന്നത്. പച്ചയൊരു മനുഷ്യൻ, നല്ല സുഹൃത്ത്, ഭയങ്കര എൻ്റർടൈനറാണ്. അവിടെ ലൊക്കേഷനിലൊക്കെ മണി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരു ആഘോഷമാണ്. മണീൻ്റെ വക ഫുഡ് ഉണ്ടാക്കൽ അങ്ങനെയൊക്കെയായിട്ട് പല രസകരമായ ആകാശത്തെ പുറകളിലൊക്കെ ഭയങ്കര രസകരമായ അനുഭവമായിരുന്നു. കാരണം ബ്രേക്ക്ഫാസ്റ്റും അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ലഞ്ചൊന്നും ലൊക്കേഷനിൽ കഴിക്കില്ല. മണീൻ്റെ ഗ്യാങ് വന്നിട്ട് ഒരു ഭാഗത്ത് സ്റ്റൗവൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ടാവും പണി. അപ്പം ഇവിടെ ഒരു ഷോട്ട് കഴിഞ്ഞ് പോയിട്ട് ഇറച്ചിയിൽ ഉപ്പിടുക, മസാലപ്പൊടി ഇടുക, ഇതൊക്കെയായിരുന്നു മണീൻ്റെ മണി പ്രിപ്പറേഷനും ഷൂട്ടിങ്ങും ഒരുമിച്ചായിരുന്നു ആകാശത്തെ പുറകളിൽ. ഭയങ്കര രസം, ഭയങ്കര ഫ്രണ്ട്ലി. പിന്നെ ഭയങ്കര എപ്പോഴും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും കഷ്ടപ്പാടിനെക്കുറിച്ചൊക്കെ പല കഥകളും അമ്മയെ അച്ഛനെപ്പറ്റിയൊക്കെ ബ്രദേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും എന്നോട് പലതും എന്നോട് ഇഷ്ടം. പിന്നെ ആരെയും ഏത് രീതിയിലും സഹായിക്കാനുള്ള മനസ്സുള്ള വ്യക്തിയായിരുന്നു. അതിന് പുള്ളി കൊടുക്കേണ്ടവർക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുക്കുന്ന ഒരു ലൈനിൽ കണ്ടറിഞ്ഞ് പണം സാമ്പത്തികമായിട്ടൊക്കെ തന്നെ പുള്ളി പലരെയും സഹായിക്കുന്നത് എൻ്റെ മനസ്സുകൊണ്ട് കണ്ടിട്ടുണ്ട്. നല്ലൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ പോകേണ്ട ഒരാളല്ലായിരുന്നു അയാൾ.
ഞാൻ റേറ്റ് ആയില്ല. ഞാൻ കൺവെർഷീൻ്റെ അത് കാക്കാതെ എൻ്റെ പിന്നെ ഇരുന്ന് എല്ലാത്തിലും നമ്മൾ കൂടിയിരുന്ന് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും. എഴുതാനല്ല മമ്മൂക്കനോട് പറഞ്ഞത് നീ ഇങ്ങനെ കളിക്കരുത്, നീ സ്ക്രിപ്റ്റ് ചെയ്ത് എന്നാൽ എഴുതാൻ കഴിവുള്ളതാണ്. ഞാൻ പിന്നെ വിചാരിക്കുക അത് ചെയ്യാൻ പണിക്ക് ആളുണ്ടല്ലോ, അവർ ചെയ്യട്ടെ. അത് വേറൊരാൾ എഴുതിയതിൻ്റെ മുകളിൽ മത്സരിക്കാൻ എനിക്ക് ഇഷ്ടം. നമ്മൾ എഴുതുന്നതോടുകൂടി അത് അവിടെ നിന്നു പോകും. പിന്നെ അതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല. വേറൊരു എഴുത്തുകാരൻ എഴുതുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും സ്ക്രിപ്റ്റായിട്ട് മാനസികമായിട്ട് ഒരു മത്സരം ഉണ്ടാവും. അപ്പോഴാ സിനിമ നന്നാവുള്ളൂ. എഴുതണം, അത് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പല സീനുകളിലും പല സിനിമകളിലും ഞാൻ എഴുതാറുണ്ട്, കറക്റ്റ് ചെയ്യാറുണ്ട്, ഒക്കെ ഉണ്ട്. മകളെ ഈ പറഞ്ഞ കഴിഞ്ഞ മറുപടി എന്ന് പറഞ്ഞ സിനിമയിൽ പാടി മില്ലിനായിരുന്നു എൻ്റെ ഓഡിയോ ഒക്കെ എടുത്തിരുന്നത്. അവൾക്ക് അതിന് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടി, ഫിലിം ഫെയർ നോമിനേഷന് വന്നു, പിന്നെ റെഡ് FM അവാർഡ്, ഇങ്ങനെ കുറേ അവാർഡുകൾ കിട്ടി. പിന്നെ ഫുൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അവരെ കൊണ്ട് നടക്കാനോ പോയി നിൽക്കാനോ നമുക്ക് പറ്റുന്നില്ല. അവൾ പ്രൂഡൻസ് കോളേജിൽ ഇപ്പോൾ ഗസ്റ്റ് ലെക്ചറായിട്ട്, ഇംഗ്ലീഷ് ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. ക്ലാസിക്കൽ സോങ്സും കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ വർഷങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിലും പാടിയിരുന്നു നല്ലൊരു പാട്ട്. ഇതിൽ അച്ചു രാജാമണിയാണ് മ്യൂസിക് ചെയ്ത്, രാജാമണീൻ്റെ മകൻ. എല്ലാവരും അച്ഛനും മക്കളും തന്നെയാണ്. സീനിയറിൻ്റെ മകനും അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ മകൾ പാടിയിട്ടുണ്ട്, എൻ്റെ മകൻ ക്യാമറമാൻ, രാജാമണീൻ്റെ മകൻ മ്യൂസിക്. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഇതിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പാട്ട് നല്ലൊരു പാട്ടാണ്. വിനീത് ശ്രീനിവാസനും വർഷയും കൂടിയാണ് പാടിയിരിക്കുന്നത്. പിന്നെ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകനായതുകൊണ്ട് എനിക്ക് പൊക്കി പറയാനൊന്നും പറ്റുന്നില്ല. അവൻ പ്രസാദ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിനിമാറ്റോഗ്രാഫി കോഴ്സ് കഴിഞ്ഞാണ്. അത് കഴിഞ്ഞിട്ട് സതീഷ് കുറുപ്പിൻ്റെ ഒരുമിച്ചൊക്കെ കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആവുന്ന പടം ഇതാണ്. എനിക്ക് തോന്നുന്ന ഒരു പുതിയ നമ്മൾ ഇവനായതുകൊണ്ട് ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ട് നമ്മൾ 50 ദിവസം എന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസറോട് സിനിമ നമ്മൾ പ്ലാൻ ചെയ്ത് 50 ദിവസം എടുക്കും എന്ന് പറഞ്ഞിട്ട് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുന്ന ക്യാമറാമാനെ പോലെ, അതുകൊണ്ട് തന്നെ 41 ഡേയ്സ് കൊണ്ട് ഷൂട്ടിങ് തീർത്തു. കുഴപ്പമില്ല. സിനിമകൾ വേറെ ആൾക്കാരുടെ ഡയറക്ടർ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ ഇതറിയുള്ളൂ. വരാൻ കാഴ്ചപ്പാടും ഒരു വിഷ്വൽ സെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് പുള്ളി ഷോർട്ട് ഫിലിമെല്ലാം ചെയ്യാറുണ്ടായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഷോർട്ട് ഫിലിമിൽ, ക്യാമറയും ഡയറക്ഷനെല്ലാം കൂടി ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പിന്നെ ഇതിൻ്റെ അവൻ്റെ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇവനെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കണം എന്ന് പറഞ്ഞ മമ്മൂക്കയാണ് ഇവൻ്റെ കാര്യങ്ങളിലൊക്കെ പലപ്പോഴും ഇടപെട്ടുകയും ചെയ്തത്. പ്രതീക്ഷയുണ്ട് നന്നായി വരട്ടെ കുട്ടികൾ. അവരിഷ്ടം തന്നെയായിരുന്നു. സിനിമ അങ്ങനെ നമുക്കറിയാം സിനിമയുടെ പ്രശ്നങ്ങളും സിനിമയുടെ എപ്പോഴും ഉണ്ടാകുന്ന സാധനമല്ല, കഴിവുള്ളവർ മാത്രം നിൽക്കാൻ പറ്റിയിരിക്കുന്ന ഒരു ഏരിയയാണ് സിനിമ എന്നുള്ള പൂർണ്ണമായ ബോധ്യമുള്ളതുകൊണ്ട് ഭയങ്കര റിസ്ക് ഉള്ള ഒരു ഏരിയയാണ്. പെട്ടെന്ന് കയറി വരാനും പെട്ടെന്ന് പൊലിഞ്ഞു പോകാനും പറ്റുന്ന, കാരണം അത് പൊളിറ്റിക്സിനേക്കാളും പ്രയാസമാണ് സിനിമയിൽ നിൽക്കുക എന്നുള്ളത്. അതിനുള്ളിലെ പൊളിറ്റിക്സൊക്കെ ഭീകര പൊളിറ്റിക്സ്, നമ്മൾ അറിയാത്ത കുറേ പൊളിറ്റിക്സും കാര്യങ്ങളും വളരെ റിസ്കി എലിമെൻ്റുള്ള ഒരു, പക്ഷേ എന്നാലും വളരെ ഡെഡിക്കേഷനോട് കൂടിയിട്ട് ഇതിനെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം ഈ സിനിമ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പോലെ പണത്തിൻ്റെ പുറകിൽ ഓടാതെ കുറച്ചൊക്കെ ചിന്തിച്ചും കാര്യങ്ങളൊക്കെ വളരെ സാവധാനത്ത് ഇതൊക്കെ ആസ്വദിച്ച് ചെയ്യേണ്ട. പണം ഒരു സെക്കൻഡറി തിങ്ങാണ് ഇതിലൊക്കെ. മനുഷ്യൻ ജീവിക്കാനുള്ള കാശ് മതി, അതിലുപരിയായിട്ട് എല്ലാം കൂടി വാങ്ങിക്കൂട്ടി ആളെ കാണിക്കുക, അങ്ങനെ നമുക്കങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വർഷമാണ് അവൾ ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ഈ ജോലി തന്നെ മനസ്സിൽ ഓൾറെഡി ഫിക്സ്ഡാണ്. പിന്നെ ബാക്കി വരേണ്ട കാര്യത്തിലാണെങ്കിൽ പിന്നെ എല്ലാവരും ഇഷ്ടം കൊണ്ട് അവർ ചെയ്യുന്നു. പിന്നെ എനിക്ക് ആ സിനിമയുള്ളപ്പോൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരെയും വിളിച്ചിട്ട് എൻ്റെ മകൾക്ക് പാട്ട് കൊടുക്കണമെന്ന്, അല്ല എൻ്റെ മകന് ക്യാമറ നിർത്തിക്കുക, അവൻ തന്നെ അസിസ്റ്റൻ്റായിട്ട് അവൻ തന്നെ കണ്ടുപിടിച്ച് പോയത്. സതീഷ് കുറുപ്പിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. പിന്നെ പ്രിയദർശൻ്റെ ആമിയം മുയലും എന്ന് പറയുന്ന സിനിമയിൽ അസിസ്റ്റൻ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വേണുഗോപാലിൻ്റെ അസിസ്റ്റൻ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. സഞ്ജീവ് ശങ്കറിൻ്റെ ഒരുമിച്ച് തമിഴോട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പേരൻപ് എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക പറഞ്ഞിട്ട് അതിന് പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അധികം വർക്ക് ചെയ്യുന്നു വേണ്ട. ഇപ്പോൾ ഒരു കാര്യം അറിയാത്തവരപ്പോൾ കല്യാണ വീഡിയോ ഒക്കെ എടുത്തവരൊക്കെ ഇപ്പോൾ ക്യാമറയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാരണം അത് ടെക്നോളജി അത്ര കയ്യിൽ പെട്ടതുകൊണ്ട്. അപ്പം ഭയങ്കര കോമ്പറ്റീഷനുള്ള ഫീൽഡ് അതൊക്കെ അവർക്ക് അവനവൻ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിന്നാലും അവർ ഭയങ്കര ഒരു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായുള്ള കാഴ്ചപ്പാട് കണ്ണുകളിലൂടെ
സീനുകൾ കണ്ടാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ. അത് അവർക്കറിയാം, കൂടുതലായിട്ട് അറിയാം. ഇതിനങ്ങനെ കാര്യങ്ങൾ പോകുന്നു. ഭാര്യയാണ് ഞങ്ങളെ മൂന്നാളെയും സപ്പോർട്ട്. ഞങ്ങളെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നതും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മളുടെ സിനിമയിൽ ഏത് നിമിഷവും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുടെ പല കുടുംബങ്ങളും വലിയ പ്രശ്നങ്ങൾക്ക് അപ്പോൾ എന്താണ് സിനിമ എന്താണെന്ന് മനസ്സിലാക്കി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഒരു ചെല്ലം പരസ്പരം ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റിലെ ജീവിതം അങ്ങനെയൊക്കെ പരസ്പരം അറിഞ്ഞു പോകുന്ന ഒരു ഭാര്യ എനിക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ കാരണം നമ്മളില്ലായ്മയിലും സിനിമ ഉള്ളപ്പോഴും ഇല്ലാതിരിക്കുമ്പോഴൊക്കെ തന്നെ ഒരേ രീതിയിൽ ജീവിക്കാൻ മക്കളെ പരിശീലിപ്പിച്ചു, എന്നെ പരിശീലിപ്പിച്ചു. അങ്ങനെയൊക്കെ ഒരാളെ കിട്ടുക എന്ന് പറയുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ പത്മജ എന്ന് പറയുന്ന എൻ്റെ ഭാര്യയാണ് എൻ്റെ വിജയത്തിൻ്റെ നിലനിൽപ്പിൻ്റെയൊക്കെ പിന്നിലുള്ള ഏറ്റവും വലിയ എൻ്റെ മക്കളുടെ ഒക്കെ പിന്നിൽ നിൽക്കുന്ന സപ്പോർട്ടീവ് പോസിറ്റീവ് എനർജിയോട് കൂടി നിൽക്കുന്ന കക്ഷി പത്മജയാണ്. വിഷു കണ്ടിന്യൂഷൻ ഇപ്പോൾ വലിയ കുറച്ച് പടങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ വലിയ ലാൽജിയുടെ പടം, മമ്മൂക്കയുടെ പടം അങ്ങനെ വരുന്നത്. ഇതിൻ്റെ ഒരു തള്ളൽ കഴിഞ്ഞതിന് ശേഷം സാധാരണ അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ നോക്കുക ഏതാ എങ്ങനെ എന്തെങ്കിലും ബെറ്റർ ചെയ്യുമ്പോൾ തിയേറ്റർ കിട്ടുമ്പോൾ അധികപക്ഷം സെൻട്രൽ പിക്ചേഴ്സായിരിക്കും ഇത് റിലീസ് ചെയ്യുന്നത്.